ഹലോ, നമുക്കൊരു സ്ഥലം കാണാൻ പോയാലോ? ഇവിടെ പാലക്കാട് എത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ മലമ്പുഴ ഡാമിലേക്ക് കയറി. ഞാനും എന്റെ ഫ്രണ്ട് അവിക്നെയും കൂടെ ടിക്കറ്റ് ഒക്കെ എടുത്ത് മെല്ലെ അകത്തേക്ക് കയറി. ഈ പാലക്കാട് മലമ്പുഴ ഡാം അതുപോലെ തന്നെ ഇവിടുത്തെ ചിൽഡ്രൻസ് പാർക്കൊക്കെ നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ തരുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ പാലക്കാട്ടുകാർക്ക് എവിടെ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്താലും അവസാനം നമ്മൾ ചെന്നെത്തുന്നത് മലമ്പുഴ ഡാമിലായിരിക്കും. അവിടെ ദൂരെ കണ്ടില്ലേ റോപ്പ് വേയിൽ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. റോപ്പ് വേയിൽ കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ വ്യൂസും കാണാൻ പറ്റും. ചെറുപ്പത്തിൽ എല്ലാ വർഷവും മലമ്പുഴയ്ക്ക് ഒരു ട്രിപ്പ് മസ്റ്റ് ആയിരുന്നു കേട്ടോ ഫാമിലി ആയിട്ട്. നമ്മളിവിടെ തൂക്കുപാലത്തിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പണ്ടൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് കയറാൻ ഭയങ്കര പേടിയായിരുന്നു. നമുക്ക് രണ്ട് സൈഡ് വെള്ളവും പിന്നെ വാട്ടർഫോൾസും അതുപോലെ കാറ്റും എല്ലാമായിട്ട് നല്ലൊരു വൈബാണ്. ഇതാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മലമ്പുഴ യക്ഷി. ഇനി നമ്മൾ ഡാമിലേക്ക് കയറാനുള്ള പുറപ്പാടാണ്. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് പിന്നെ ഇവിടെ വെള്ളം നല്ല ശക്തിയായിട്ട് ഒഴുകി വരുന്നുണ്ട്. അതൊക്കെ നോക്കി നിന്ന് പിന്നെ നമ്മൾ കുറച്ച് പോപ്കോൺ ഒക്കെ വാങ്ങി അങ്ങനെ മെല്ലെ മുകളിലേക്ക് നടന്നു. ഫൈനലി നമ്മൾ മുകളിലെത്തി. ഇവിടെ വന്ന് നിൽക്കാൻ നല്ല വൈബാണ്. നല്ല തണുത്ത കാറ്റും പിന്നെ കുറെ അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ നമുക്ക് മലമ്പുഴ ഡാമിന്റെ എല്ലാ വ്യൂവും കിട്ടും കേട്ടോ. അടുത്തത് നമ്മൾ ചിൽഡ്രൻസ് പാർക്കിലേക്ക് കയറി. ഇവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നൊസ്റ്റാൾജിയ ഉള്ളത്. പണ്ട് ഡാമിൽ വന്നാലും കൂടുതൽ സമയം ഞങ്ങൾ ഇവിടെയായിരുന്നു സ്പെൻഡ് ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ കുട്ടിക്കൊരക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മലമ്പുഴ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. ടാറ്റാ.